എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ പറ്റുമോ എന്ന് മാമച്ചായനും അതുപോലെ ജോബിച്ചനും എല്ലാവരോടും ഇന്ന് സംസാരിക്കുവാണ്. എന്നിട്ട് ജോബിച്ചൻ പറയുന്നുണ്ട്, പോലീസ് അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കൂടെ കൂട്ടിക്കൊണ്ട് പോകണമെങ്കിൽ അവളിൽ നിന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടാനായിരിക്കും എന്നിങ്ങനെ പറയുമ്പം മാമച്ചായൻ പറയുന്നുണ്ട്, അവളിൽ നിന്ന് ഒരു ക്ലൂവും കിട്ടാനില്ല. ദേ നിൽക്കുന്ന പെങ്കുച്ചിലെ രേവതിക്കുട്ടിയെ കാണിച്ചിട്ടാണ് പറയുന്നത്, അതിനേക്കാൾ പാവമാണ് എന്ന് പറയുമ്പം ജോബിച്ചൻ പിന്നെയും പറയുന്നുണ്ട്, പീഡന കേസല്ലേ, അതുകൊണ്ടാണ് അച്ഛനോട് പറയാനൊരു ബുദ്ധിമുട്ട് എന്നിങ്ങനെ പറയുക, മീരയുടെ അച്ഛനോട് പറയാനൊരു ബുദ്ധിമുട്ട് എന്ന്. എന്നിട്ട് അന്നേരം അവിടെ നിന്ന് കുര്യാച്ചൻ പറയുന്നുണ്ട്, അതിന് നമുക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ടെന്നേ, ആ പെങ്കൊച്ച് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ പോലീസ് സ്റ്റേഷനിൽ ഹോൾഡ് ചെയ്തേക്കുന്നത് എന്ന് നമുക്കറിയണം, അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ അവളെ ഒന്ന് വിട്ടയക്കണം, അത്രയേ ഉള്ളൂ, അല്ലാതെ ഒരു ഫേവറും ചെയ്യേണ്ട എന്നിങ്ങനെ പറയുന്നു. എന്നിട്ട് മീര പറയുന്നുണ്ട്, ഞാൻ അച്ഛനോട് സംസാരിക്കാം, എന്താ കാര്യം, എന്താ ഇനി ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ ചോദിക്കാമെന്ന് പറയുന്നു. എന്നിട്ട് ജോബിച്ചൻ പറയും, അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ ചോദിക്കാം, ആ സസ്പെൻസ് അങ്ങ് പൊളിക്കാമല്ലോ എന്ന് പറയുക. അങ്ങനെ മീര അച്ഛനെ ഫോൺ വിളിക്കാനായിട്ട് എഴുന്നേറ്റ് പോകുന്നു. വിളിച്ചതിന് ശേഷം അലീനയുടെ കാര്യമൊക്കെ പറയുമ്പം DYSP പറയുന്നുണ്ട്, അത് പ്രമാദമായൊരു കേസാണ്, ഇപ്പോൾ തന്നെ ന്യൂസ് ചാനലിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, നാളെ ആകുമ്പോഴേക്കും അത് വലിയ കോളികൾക്ക് സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ മീര പറയുന്നുണ്ട്, ആ പയ്യന്മാരുടെ കാര്യത്തിൽ ഒന്നും ചെയ്യേണ്ട, ഞാൻ ഉദ്ദേശിച്ചത് ആ പെൺകുട്ടിയുടെ കാര്യമാണ്, അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് എന്ന് പറയുമ്പം അത് നമുക്കറിയാൻ പറ്റില്ലല്ലോ, പോലീസുകാർക്കെല്ലാം അറിയാൻ പറ്റുള്ളൂ എന്ന് DYSP ചോദിക്കും. അന്നേരം മീര പറയുന്നുണ്ട്, അച്ഛാ വേറെ ഒന്നും ചെയ്യേണ്ട, ആ പെൺകുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ അവിടെ പിടിച്ചു വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ അവളെ വിട്ടയക്കാൻ സാധിക്കുമോ എന്നൊക്കെ ഒന്ന് അറിയണം, അവൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല, ശരിക്കും അവളൊരു ഓർഫനാണ്, പാവം കുട്ടിയാണ്, അച്ഛനും അമ്മയൊക്കെ ഉള്ള പെൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയി വെക്കുമോ, ഇല്ലല്ലോ, അതുകൊണ്ടാണ് അച്ഛനൊന്ന് സംസാരിക്കാവോ എന്ന് ചോദിക്കുമ്പോൾ ആ കാര്യം ഞാൻ അന്വേഷിച്ചോളാം എന്ന് പറയുന്നുണ്ട് DYSP. അന്നേരം മീര പറയുന്നുണ്ട്, അത് മാത്രമല്ല അവൾക്ക് വേണ്ടി സംസാരിക്കാനും അവൾക്ക് വേണ്ടി കാര്യങ്ങൾ അന്വേഷിക്കാനും എറണാകുളത്ത് ഒരു സ്ട്രോങ് ഫാമിലി ഉണ്ട്, അതുകൊണ്ടുകൂടിയാണ് എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ എന്നും പറയുന്നു. പിന്നെയും കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. രമേശ് SI വന്നിട്ട് സിയോട് പറയുന്നുണ്ട്, അവളോട് പലതവണ പരാതി എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടും അവളത് അനുസരിക്കുന്നില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പം അവിടെ ഇരിക്കുന്ന CA പറയുന്നുണ്ട്, അവൾ ഇവിടുന്ന് പരാതി എഴുതി തന്ന് സൈൻ ചെയ്തിട്ടേ പോകുള്ളൂ, അല്ലെങ്കിൽ അവൾ ഇവിടുന്ന് പോകുകയില്ല, ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയും. അന്നേരം രമേശ് പറയുന്നുണ്ട്, SI പറയുന്നുണ്ട്, അങ്ങനെ നമ്മൾ പേടിക്കുന്ന പെൺകുട്ടിയൊന്നും അല്ല, കീർത്തി നല്ല രീതിയിലൊന്ന് പേടിപ്പിച്ച് നോക്കിയതാണ്, പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല, അവൾ ഒപ്പിടില്ല എന്ന് തന്നെ പറഞ്ഞിരിക്കുവാണ് എന്ന് പറയും. അന്നേരം CA ചോദിക്കും, അതിന് അവൾ എന്താ കാരണം പറയുന്നത് എന്ന്. അന്നേരം SI പറയുന്നുണ്ട്, അവൾ പറയുന്നത് ആ സംഭവം നടന്നിട്ട് കാലങ്ങളായി, ഇനി പരാതി തരേണ്ട കാര്യമില്ലല്ലോ എന്നാണ് പറയുന്നത് എന്ന് പറയുമ്പം CA പറയുന്നുണ്ട്, ബലാത്സംഗ ശ്രമത്തിനും ബലാത്സംഗത്തിനൊന്നും കാലവും തീയതിയും സമയമൊന്നുമില്ല, എപ്പോൾ പരാതിപ്പെട്ടാലും അത് വാലിഡാണ്, അത് താനായ അവളോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കും. അന്നേരം SI പറയുന്നുണ്ട്, ഞാനത് അവളോട് പറഞ്ഞു, പക്ഷെ അവളതൊന്നും സമ്മതിച്ചു തരുന്നില്ല, അവൾക്ക് എന്തോ ഒരു സോഫ്റ്റ് കോർണർ അവന്മാരോടുള്ളതായിട്ട് എനിക്ക് തോന്നി എന്ന് പറയുമ്പം CA എഴുന്നേറ്റ് വന്നിട്ട് പറയുന്നുണ്ട്, വേറെ ഒന്നുമല്ല, ബാലേന്ദ്രൻ ഇഷ്ടം പോലെ വാരി കൊടുത്തിട്ടുണ്ടായിരിക്കും അവൾക്ക്, അതുകൊണ്ട് തന്നെയാണ് അയാളുടെ മോനെതിരെ അവൾ പരാതി തരാത്തത്, പിന്നെ ഈ ബാലേന്ദ്രൻ അവളും തമ്മിൽ വേറെ എന്തെങ്കിലും ഡീലുണ്ടോ എന്ന് നമുക്കറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഏതായാലും പരാതി എഴുതി തന്ന് സൈൻ ചെയ്യാതെ അവളെ ഇവിടുന്ന് വിടിയല, അവൾ ഇങ്ങനൊരു പരാതി തന്നിട്ടുണ്ടെങ്കിൽ അവന്മാർ ഇതിനു മുമ്പും പലരെയും പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊരു തെളിവാണ്, അങ്ങനെ തെളിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവന്മാരെ രക്ഷപ്പെടുകയില്ല, കുറഞ്ഞത് ഒരു 10 വർഷം അകത്ത് കിടക്കും, അതിനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കിക്കോളാം എന്നും പറയുന്നുണ്ട്. അന്നേരവും രമേശ് പറയുന്നുണ്ട്, പക്ഷെ അവൾ സൈൻ ചെയ്യുമോ എന്നുള്ള കാര്യത്തിലാണ് സംശയമെന്ന്. അന്നേരം CA പറയും, ഒരു കാര്യം ചെയ്യാം, അവൾ സൈൻ ചെയ്ത് തന്നില്ലെങ്കിൽ ഇവിടുന്ന് വിടണ്ട, ഇവിടെ തന്നെ ഇരുത്തിയേക്കാം, അത് കഴിഞ്ഞ് ഒരു രാത്രി 12 മണിയാകുമ്പോൾ അവളെ വണ്ടിയിലേക്ക് കയറ്റി അവന്മാർ ആ പെങ്കൊച്ചിനെ പീഡിപ്പിച്ച വീട്ടിലേക്ക് കൊണ്ടുപോകാം, അവിടെ കൊണ്ടുപോയി കുറേ ചോദ്യം ചെയ്യാം, ഇവിടെ നിന്നെ കൊണ്ടുവന്നിട്ടുണ്ടോടി, ഇവിടെ വെച്ചാണോ നിനക്കും അവന്മാർ മയക്കുമരുന്ന് തന്നത് എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് ചോദ്യമൊക്കെ ചോദിക്കാം, വേണമെങ്കിൽ 2 വനിതാ കോൺസ്റ്റബിൾമാരെ വണ്ടിയെ കയറ്റിയിട്ടു, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ എന്നിങ്ങനെ പറയുക. നേരം SI ചോദിക്കുന്നുണ്ട്, അത്രയും വേണോ, അവൾ ഇവിടെ നിന്ന് ഇറങ്ങി വല്ല മീഡിയാസിനെയും കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നമാകുമെന്ന് പറയുവാണ്. അന്നേരം CA പറയുന്നത്, അവൾ അങ്ങനെ കാണുമോ, അവൾ അങ്ങനെ കണ്ടാൽ എന്ത് പറയും, നമുക്ക് ഞാൻ പറയാൻ ന്യായമുണ്ട്, ഇതിനു മുമ്പ് നടന്നൊരു ക്രൈം അവൾ ഒളിപ്പിച്ചു വെച്ചു, അത് തെളിയിക്കാൻ വേണ്ടി, തെളിവിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തത് എന്ന് പറയാം, പക്ഷെ അവൾക്കത്
ബാധിക്കുമല്ലോ. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും സൈൻ ചെയ്യാതെ അവൾ ഇവിടുന്ന് പോകുകയില്ല. അല്ലെങ്കിൽ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ ഇരിക്കട്ടെ, നീ എന്താ സംഭവിക്കുന്നത്, അവിടെ ഇരിക്കട്ടെ അവൾ എന്നിങ്ങനെ പറയുവാണ്. അന്നേരം സാറിൻ്റെ ഇഷ്ടം എന്ന് പറയുമോ SI. അതെങ്കിൽ ഇയാൾ SIയോട് തട്ടിക്കയറുക. പിന്നെ ഞാനിരിക്കുന്ന സ്റ്റേഷനിൽ എൻ്റെ ഇഷ്ടമല്ല തൻ്റെ ഇഷ്ടമാണോ നോക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് SIക്ക്. രണ്ടിൻ്റെയും സ്വഭാവം ഒരുപോലെ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് നിന്നോളും. ഇഷ്ടക്കേടുള്ളത് കൊണ്ട് തന്നെ ആയിക്കോട്ടെ സാറേ എന്ന് പറഞ്ഞ് SI അങ്ങോട്ട് പോകുന്നു. ഭയങ്കര കലിപ്പിലാണ് CA. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനെയാണ്. ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് സുനന്ദ വരുമ്പോൾ, നീ വന്നോ, ഏതപ്പം വന്ന് ആശുപത്രി കിടന്നാലും അവരുടെ കൂടെ നിൽക്കാൻ നീ മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പം സുലോചന പറയുന്നുണ്ട്, അതിന് ഏട്ടൻ എന്തിനാ വിഷമിക്കുന്നേ, ഞാനില്ലേ, ഞാനെങ്കിലും ഉണ്ടല്ലോ എന്നങ്ങ് വിചാരിച്ചാൽ പോരെ എന്ന് വയ്ക്കുമ്പം ആരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വീണ് പോകുമ്പം താങ്ങാനായിട്ട് 1-2 പേരെ കാണുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അലീന എന്ത് ചെയ്യും, അവൾ ഉച്ച കഴിഞ്ഞ് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാണല്ലോ, കണ്ടില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പം സുലോചന അബദ്ധത്തിൽ ഉള്ള കാര്യം മൊത്തം ബാലേന്ദ്രനോട് പറയും. ഇങ്ങനെ പറയുവാണ്, അതെ ഉള്ള സത്യം ഞാൻ ഏട്ടനോട് പറയാലോ, അലീനയെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി ചോദ്യം ചെയ്യാനെന്നാണ് പറഞ്ഞത് എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, അവളെ എന്തിനെ പിടിച്ചുകൊണ്ട് പോകുന്നത്, അവളെന്ത് തെറ്റിയാണ് ചെയ്തേക്കുന്നത് എന്ന് ചോദിക്കുമ്പം രോഹിത്തിൻ്റെ എന്തെങ്കിലും കാര്യം ചോദിക്കാനായിരിക്കും എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവൻ്റെ എന്തെങ്കിലും കാര്യം ചോദിക്കാനാണെങ്കിലും വീട്ടിൽ വെച്ച് ചോദിച്ചാൽ പോരെ, അല്ലാതെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അവരെന്താ വിചാരിച്ചത്, അവൾക്ക് ആരും ഇല്ലെന്നോ, ഞാൻ ഇങ്ങനെ ആശുപത്രി കിടക്കുവാണ് എന്ന് അവന്മാർക്കറിയാം, അതുകൊണ്ട് അവർ തെണ്ടിത്തരം കാണിക്കുന്നതാണ്, ഇങ്ങനെയുണ്ടോ മനുഷ്യർ, അവന്മാർക്കും ഇതുപോലെ മക്കൾ കാണിക്കല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെടുവാണ് ബാലേന്ദ്രൻ. അന്തേക്കും സുലോചന പറയുന്നുണ്ട്, അയ്യോ ഏട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, ഇനി ആകെ പ്രശ്നമാകും, ആ കാര്യങ്ങൾ അലീനയുടെ കാര്യങ്ങളൊക്കെ ഗോവർദ്ധൻ നോക്കിക്കോളും, ഏട്ടൻ വിഷമിക്കാതെ ഇവിടെ കിടക്കുക എന്നൊക്കെ പറയുന്നു. അന്നേരം ബാലേന്ദ്രൻ ഭയങ്കര ചൂടിലാണ്. അന്നേരം അവിടെ നിന്ന് നേഴ്സ് സുലോചനയോട് ദേഷ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞത്, ഇതൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന് അറിയത്തില്ലേ, നിങ്ങളുടെ ഏട്ടനല്ലേ, നോക്കിയും കണ്ടും കാര്യങ്ങൾ പറയണ്ടേ എന്നൊക്കെ ചോദിച്ച് സുലോചനയോട് ദേഷ്യപ്പെടും. ബാലേന്ദ്രൻ കട്ടക്കലിപ്പിലിരിക്കുക. ബാലേന്ദ്രൻ അന്നേരം തന്നെ സുലോചനയോട് ഫോൺ ചോദിക്കും. ആദ്യം കൊടുക്കുകയില്ല, അന്നേരം നീ ഇങ്ങോട്ട് താടി എന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ ഫോൺ കൊടുക്കുവാണ്. ഫോണിൽ നിന്ന് ബാലേന്ദ്രൻ വിളിക്കുന്നത് അലീനയാണ്. പക്ഷേ ഫോൺ എടുക്കുന്ന കൃഷ്ണമോളാണല്ലോ. അന്നേരം അലീന എന്ത് ചെയ്യുന്നു ചോദിക്കും. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഇങ്ങനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി എന്ന്. എന്നിട്ട് എന്നെ എന്താ അറിയിക്കാതിരുന്നത് എന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പം അച്ഛനെ അറിയിക്കേണ്ട എന്ന് എന്നോട് അലീന ചേച്ചി പറഞ്ഞു, പിന്നെ അച്ഛന് സുഖമില്ലാതിരിക്കുമല്ലേ, അതുകൊണ്ടുകൂടി അറിയിക്കാത്തത് എന്ന് പറയും. അന്നേരം ദേഷ്യപ്പെട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവിടെ ഒരാൾ ചത്താൽ പോലും എന്നെ അറിയിക്കേണ്ടതാണല്ലോ, എല്ലാവരും കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഫോം വയ്ക്കുക. ഫോം വെച്ച് കഴിഞ്ഞും സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട് ബാലേന്ദ്രന്. അതുകൊണ്ട് എല്ലാം കൂടെ നെഞ്ചിലൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന എല്ലാം കൂടെ പറിച്ച് കളഞ്ഞിട്ട് എഴുന്നേറ്റ് പോകാൻ വേണ്ടി തുടങ്ങുവാണ്. അന്തേക്കും സുലോചന ആകെ വിഷമിച്ച്, ഏട്ടാ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ, കിടക്ക്, ആകെ പ്രശ്നമാകും എന്ന് പറയും. അതുപോലെ സിസ്റ്ററും കൂടി നിർബന്ധിച്ച് കിടത്തുവാണ് കട്ടിലയിൽ. ആകെ സങ്കടത്തിലും വിഷമത്തിലും ഒക്കെയാണ് ബാലേന്ദ്രൻ. പിന്നെ കാണിക്കുന്ന വൈജയന്തിയാണ്. വൈജയന്തിയുടെ അടുത്തോടെ ഒരു സിസ്റ്റർ വരും. എന്നിട്ട് പറയുവാണ്, നിങ്ങളുടെ ഭർത്താവ് അപ്പുറത്ത് കിടപ്പില്ലേ, ഭർത്താവിനെ കാണാനായിട്ട് ഭർത്താവിൻ്റെ പെങ്ങൾ വന്നപ്പം നിങ്ങളുടെ വീട്ടിലെ അലീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞു എന്ന് പറയും. അന്തേക്കും വൈജയന്തിക്ക് ഭയങ്കര സന്തോഷം. കുറേ നാളുകൾക്ക് ശേഷം വൈജയന്തിയുടെ മുഖത്ത് ഇത്തിരി സന്തോഷവും ഒരു തെളിമയൊക്കെ വരുവാണ്. അന്നേരം അവളെ അറസ്റ്റ് ചെയ്തോ, എങ്ങോട്ടോ കൊണ്ടുപോയത്, എന്താ സംഭവം എന്നറിയാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും അറിയത്തില്ല, അങ്ങനെ എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ, ഏതായാലും പോലീസ് സ്റ്റേഷനിലാണ് എന്ന് അറിഞ്ഞു എന്ന് പറയുക. അന്നേരം എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാവോ, ആ സുലോചനയോട് ഒന്ന് ഇവിടെ വരുമെന്ന് വരാൻ പറയാവോ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റർ അങ്ങ് പോവും. പോയി കഴിയുമ്പം ഈ വൈജയൻ്റെ അടുത്തിരിക്കുന്ന വേറൊരു സിസ്റ്ററുണ്ട്. അവർ ചോദിക്കും, ആ പെൺകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഇത്രയും സന്തോഷിക്കേണ്ട കാര്യമുണ്ടോ, നിങ്ങളുടെ മോളാണെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം എൻ്റെ മോളൊന്നുമല്ല, അത് വേറെ ഏതോ പിഴച്ചവൾക്കുണ്ടായതാണ് എന്ന് പറയും. അന്നേരം ആ സിസ്റ്റർ ചോദിക്കും, അപ്പോൾ ആ ഭർത്താവിൻ്റെ മകളാണോ എന്ന് ചോദിക്കുമ്പം അതൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി വെറുതെ നുണ പറയുന്നതാണ്, അല്ലാതെ അവൾ ഞങ്ങളുടെ ആരും അല്ല എന്ന് പറയുവാണ്. അന്നേരം ഈ സിസ്റ്റർ ചോദിക്കുന്നുണ്ട്, എന്താണെങ്കിലും ആ പെൺകുട്ടിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ ഇത്രയും സന്തോഷിക്കേണ്ട കാര്യമുണ്ടോ, അതൊരു പാവം പെൺകുട്ടിയല്ലേ എന്ന് ചോദിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, അതിൻ്റെ വയറ്റിൽ കുത്തിക്കയറിയപ്പം അത് ഈ ഹോസ്പിറ്റലല്ലേ വന്ന് കിടന്നത്, അതൊരു പാവം കൊച്ചാന്ന് പറയുമ്പോൾ അവളുടെ കയ്യിലിരിപ്പിന് അങ്ങനെ കിട്ടിയത് എന്ന് പറയും. എന്നിട്ട് സിസ്റ്റർ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ മേഡത്തിൻ്റെ 2 കൈയും കാലും ഒക്കെ ഒടിഞ്ഞിരിക്കുമല്ലേ, അതും അങ്ങനെ കിട്ടിയ കയ്യിലിരിപ്പിൻ്റെ എന്തെങ്കിലും ശിക്ഷയാണോ എന്ന് ചോദിക്കുന്നെങ്കിൽ തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ വൈജയന്തിക്ക്. ഏതായാലും അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതേക്കും സുലോചന കൂട്ടിക്കൊണ്ട് മറ്റേ സിസ്റ്റർ വരും.
നേരം സുലോചനയോട് വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇപ്പം ഇങ്ങോട്ടൊന്നും വരു പോലും ചെയ്യാത്തത്, ഞാൻ അത്രയ്ക്ക് കൈപ്പേറിയ സാധനമായോ നിങ്ങൾക്കൊക്കെ എന്ന് ചോദിക്കും. അന്നേരം സുലോചന പറയുന്നുണ്ട്, ഞാൻ ഏട്ടൻ്റെ അടുത്ത് വന്നതാ എന്ന്. അന്നേരം പെട്ടെന്ന് ചോദിക്കുവാണ്, അലീനയുടെ കാര്യം എന്തായി, അലീനെ എന്തിനാ പോലീസ് പിടിച്ചുകൊണ്ട് പോയത് എന്ന് ചോദിക്കും. അന്നേരം എന്തോ ചോദ്യം ചെയ്യാനാണ് എന്നാണ് പറഞ്ഞത്, ഇപ്പം പോലീസ് കസ്റ്റഡിയിലാണ് എന്ന് പറയുമ്പം അതേതായാലും നന്നായി എന്ന് പറയുവാണ് വൈജയന്തി. ഭയങ്കര സന്തോഷത്തിലാണ്. അന്നേരം ഇത് കാണുന്ന സുലോചനയ്ക്ക് ദേഷ്യം വരും. സുലോചന ചോദിക്കുന്നുണ്ട്, എന്ത് നന്നായി എന്ന്, അലീനെ എന്തിനാ പിടിച്ചോണ്ട് പോയതെന്നറിയാവോ, ഏട്ടത്തിയുടെ മോൻ മയക്കുമരുന്ന് കൊടുത്ത് അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചില്ലേ, അന്നേരം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൾ വയറ് കത്രിക കുത്തിക്കയറ്റി രക്ഷപ്പെട്ടു. ആ ഒരു സംഭവം അവൾ പരാതിപ്പെട്ടില്ല, അത് പോലീസുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതൊരു പരാതിയായിട്ട് ഏട്ടത്തിയുടെ മോനെതിരെ പരാതിയായിട്ട് എഴുതി കൊടുത്ത് സൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് അവളെ പിടിച്ചുകൊണ്ട് പോയത്. പലതവണ പോലീസുകാർ നിർബന്ധിച്ചിട്ടും അലീന ഇതുവരെ സൈൻ ചെയ്യാൻ കൂട്ടാക്കിയിട്ടില്ല. ഏട്ടത്തിയുടെ ഈ സന്തോഷം കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ മിക്കവാറും സൈൻ ചെയ്യും. ആ ഒരു അവസ്ഥയായി ഇപ്പം എന്നിങ്ങനെ പറയുക. അന്നത്തേക്ക് അങ്ങ് നാണം കിട്ടി തൊലി ഉരിഞ്ഞു പോവാണ് വൈജയന്തിക്ക്. കാരണം അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുന്ന സിസ്റ്റർമാർക്കൊക്കെ ചിരി വരുന്നുണ്ട് വൈജയന്തിയുടെ അവസ്ഥ കണ്ടിട്ട്. അന്നേരം വൈജയന്തി ചോദിക്കും സുലോചനയോട്, നീ എന്തിനാ ഇതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞത് എന്ന്. അന്നേരം പിന്നെ പറയാതെ, ഏട്ടത്തിയുടെ സന്തോഷം കാണുമ്പോൾ ഇത്രയെങ്കിലും ഞാൻ ഇവിടെ വന്ന് പറയണ്ടേ എന്ന് ചോദിക്കും. എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങി പോകുന്നതിന് മുമ്പ് സുലോചന ഇത്രയും കൂടെ പറയുന്നുണ്ട്, ചേച്ചിക്ക് പറ്റുമെങ്കിൽ ഇപ്പം ചെയ്യേണ്ടത് +2 പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോയി പീഡിപ്പിച്ച സ്വന്തം മകനെയും ആങ്ങളുടെ മോനെയും രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്ന് ഇവിടെ കിടന്ന് ആലോചിക്കുക, അതായിരിക്കും നല്ലതെന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇവിടേക്ക് ആരിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് ചോദിക്കുക. അന്നേരം അവിടെ നിൽക്കുന്ന സിസ്റ്റർ ചോദിക്കും, മാഡം പറഞ്ഞിട്ടല്ലേ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നത് എന്ന്. എന്നിട്ട് അവരങ്ങ് പോകും. അന്നേരം ഈ അടുത്തിരിക്കുന്ന ആ സിസ്റ്റർ മുഖത്ത് പോലും നോക്കാൻ പറ്റാതെ ഇങ്ങനെ അളിഞ്ഞിരിക്കുകയാണ് വൈജയന്തി. ആകെ വിഷമിച്ച് എഴുന്നേറ്റ് ഓടാൻ പറ്റുവാണെങ്കിൽ എഴുന്നേറ്റ് ഓടിപ്പോയനെ. ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നാണം കിട്ട് കിടക്കുവാണ്. പിന്നെയും കാണിക്കുന്ന അലീനയാണ്. അലീന പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇരിക്കുന്നു. സന്ധ്യ കഴിഞ്ഞിട്ടും വിട്ടിട്ടില്ല. അപ്പോഴത്തേക്കും CA പിന്നെയും പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. അകത്ത് കയറി വന്നതിന് ശേഷം അലീനെ അയാളുടെ റൂമിലേക്കായിരിക്കും മുകളിലോട്ട് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറയുവാണ് അവിടെ നിൽക്കുന്ന ഒരു വനിതാ കോൺസ്റ്റബിളിനോട്. അന്നേരം ഇവിടെ വെച്ച് ചോദ്യം ചെയ്തായിരുന്നു എന്ന് പറയുവാണ്. അന്നേരം ചോദ്യം ചെയ്തിട്ട് അവളെന്താ സമ്മതിച്ചത്, പരാതി എഴുതി തരാമെന്ന് സമ്മതിച്ചോ എന്ന് ചോദിക്കും. അന്നേരം ഇല്ല എന്ന് പറയുമ്പോൾ, ക്രൈം ചെയ്യുന്നതിനോടൊപ്പം തന്നെ തുല്യമാണ് ക്രൈം ഒളിപ്പിച്ച് വെക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇവളെ മുകളിലോട്ട് കൊണ്ടുപോകാം, ഇവളെ കൊണ്ട് പരാതി എഴുതി മേടിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങേരെ അങ്ങ് പോകും. പോയി കഴിയുമ്പം ആ വനിതാ കോൺസ്റ്റബിൾ അലീനയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ ബലം പിടിക്കുന്നത്, നിനക്ക് ആ പരാതി അങ്ങ് എഴുതി കൊടുക്കാൻ മേലെ എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, എനിക്ക് പരാതിയില്ല, പിന്നെ എന്തിനാണ് ഞാൻ എഴുതി കൊടുക്കുന്നത്, അത് കഴിഞ്ഞിട്ട് മാസങ്ങളായതാണ് എന്ന് പറയും. അന്നേരം അവർ പറയുന്നുണ്ട്, പണിക്കർ സാർ ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും, അതുകൊണ്ടാണ് നിന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത്. ഇനി നിന്നെക്കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ടേ സാർ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് വിടുകയുള്ളൂ എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, ആയിക്കോട്ടെ എന്താണെന്ന് ചെയ്തു, കുഴപ്പമൊന്നുമില്ല, ഇത് പെൺകുട്ടികളെ വിളിച്ചുകൊണ്ട് വന്ന് ബലാത്സംഗം ചെയ്യുന്ന കോട്ടയൊന്നും അല്ലല്ലോ, പോലീസ് സ്റ്റേഷനല്ലേ എന്ന് ചോദിക്കും. അന്നേരം ആ കോൺസ്റ്റബിൾ ചോദിക്കും, അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന്. അന്നേരം അലീന തിരിച്ചു പറയും, മേഡത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തുന്ന പോലെ എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് എന്ന്. അന്നേരം നിനക്ക് അഹങ്കാരം കുറച്ചെങ്ങും അല്ല, നീ അങ്ങോട്ട് ചെല്ല് സാറിൻ്റെ അടുത്തോട്ട്, അന്നേരം നിൻ്റെ അഹങ്കാരം തീർന്നോളും എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തു, ഒരു കുഴപ്പമില്ല, നാളെ ഞാൻ ഇവിടുന്ന് ഇറങ്ങുമല്ലോ, ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ മീഡിയാസിനോട് പറഞ്ഞോളാം എന്താണ് എനിക്കിവിടെ സംഭവിച്ചതെന്നും ഏത് രീതിയിലാണ് നിങ്ങൾ എന്നോട് പെരുമാറിയത് എന്നും, അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാകുമല്ലോ, അന്നേരം ഞാനത് അവിടെ പറഞ്ഞോളാം. എന്നെ ഇതുപോലെ ഭീഷണിപ്പെടുത്തിയ എല്ലാവരുടെയും കാര്യങ്ങൾ ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ട്, മേഡത്തിൻ്റെ പേര് സഹിതം എന്ന് പറയുമ്പോൾ, നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ, എങ്കിൽ നമുക്ക് കാണാമെന്ന് പറയുമ്പോൾ, ആയിക്കോട്ടെ ഞാൻ എങ്ങോട്ടാണ് വരണ്ടേന്ന് അലീന ചോദിക്കും. അലീനയ്ക്ക് യാതൊരു പേടിയില്ല, കൂസലില്ലാതെ നിൽക്കുവാണ്. അലീനെ അങ്ങനെ കൂട്ടി CA പറഞ്ഞ ആ മുകളിലത്തെ റൂമിലേക്ക് കൊണ്ടുപോവാണ് അവർ. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ അലീനെ ഭയങ്കരമായിട്ട് അങ്ങ് ഭീഷണിപ്പെടുത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ സൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി. അതുപോലെ വളരെ മോശമായ രീതിയിൽ അലീനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇങ്ങനെ പിടിച്ച് നിൽക്കുവാണ് അലീന. ആ സമയമാണ് കറക്റ്റ് അങ്ങോട്ട് DYSP വരുന്നത്. DYSP ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സിയോട് സംസാരിക്കുന്നുണ്ട്. ഈ പെൺകുട്ടി ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന് താൻ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് ഇവളൊരു പരാതി തന്നിട്ടുണ്ടെങ്കിൽ നാളെ താൻ അകത്താ, അത് തനിക്കറിയാവോ എന്ന് വെച്ച് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് DYSP. അന്നേരം അലീന പറയുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ നോട്ടവും സംസാരവും ഒക്കെ എൻ്റെ ശരീരത്ത് തുളച്ച് കയറുമായിരുന്നു, ശരിക്കും ഞാനാണ് ഇവിടെ പീഡിപ്പിക്കപ്പെട്ടത് എന്നൊക്കെ അലീനയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കേട്ടിങ്ങനെ വെളുത്ത് നിൽപ്പുണ്ട്. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.